ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചമ്മന്തിപ്പൊടിയാണ്. തേങ്ങായും ഉണക്കമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും എല്ലാം വറുത്ത് പൊടിച്ചെടുക്കുന്ന ചമ്മന്തിപ്പൊടി. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല പൂ പോലിരിക്കുന്ന ഈ ചമ്മന്തിപ്പൊടി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 തേങ്ങയുടെ പീരയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് 1.5 മുറി എടുത്തത്. വലിയ തേങ്ങ ആണെങ്കിൽ 1 തേങ്ങ എടുത്താൽ മതി ഞാൻ ഈ ചേർക്കുന്ന ചേരുവകൾക്ക്. തേങ്ങാപ്പീര മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്താണ് എടുത്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങാപ്പീരയെല്ലാം ഒരുപോലെ മൂത്ത് കിട്ടും. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 20 ചുവന്നുള്ളി ക്ലീനാക്കി കഷ്ണങ്ങളാക്കിയതും 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയതുമാണ്. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പീര നല്ലവണ്ണം ഒന്ന് ചൂടായി അതിലെ വെള്ളമെല്ലാം വലിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. എൻ്റെ കടലപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാമ്പാർ പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഉഴുന്നുപരിപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലേ. എരിവുള്ള ഉണക്കമുളക് 10 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. സാമ്പാർ പരിപ്പിന് കുറച്ച് കട്ടി കുറവായതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ തേങ്ങ ഇടുന്ന സമയത്ത് തന്നെ അതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നാലേ അത് മൂത്ത് കിട്ടത്തുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തേങ്ങ വറുത്തെടുക്കാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. തേങ്ങാപ്പീര മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് വറക്കുന്നതുകൊണ്ട് വലിയ താമസമില്ലാതെ തന്നെ മൂത്ത് കിട്ടുകയും ചെയ്യും. തേങ്ങാപ്പീര പകുതി മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി അല്ലെങ്കിൽ പിഴിപുളി എടുത്തിട്ട് ഇതുപോലെ പല കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം. തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ മൂത്ത് കിട്ടിക്കൊള്ളും. കുരു മാറ്റിയിട്ട് വേണം പുളി ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് സാവധാനത്തിൽ ഇളക്കി കൊടുത്ത് തേങ്ങാപ്പീരയെല്ലാം കളറ് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ വറുത്തെടുക്കണം. തേങ്ങ ഇപ്പോൾ ആവശ്യമായ രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ഉണക്കമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും പരിപ്പും എല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തെങ്കിലും പാൻ നല്ല ചൂടായതുകൊണ്ട് ചേർത്തിരിക്കുന്ന മുളക് പൊടി മൂത്ത് കിട്ടിക്കൊള്ളും. 3/4 ടീസ്പൂൺ ഉപ്പ് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ചമ്മന്തി പൊടിച്ച ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. തേങ്ങ 2 ബാച്ചായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ആദ്യം പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. നല്ല ഫൈൻ പൗഡറാക്കി പൊടിക്കണ്ട, ചെറിയ തരിതരിപ്പോട് വേണം പൊടിച്ചെടുക്കാൻ. ഈ രീതിയിൽ വേണം തേങ്ങ പൊടിച്ചെടുക്കാനായിട്ട്. മുളകിൻ്റെ അരിയാണ് അതിനകത്ത് കുറച്ച് പൊടിയാതെ കിടക്കുന്നത്. തേങ്ങ ഒക്കെ നല്ലവണ്ണം പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ബാക്കിയുള്ളതും കൂടി പൊടിച്ചെടുക്കാം. ഒട്ടും തന്നെ കൊഴിഞ്ഞു പോകാതാണ് ഈ ചമ്മന്തി നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. നല്ല പൂ പോലുള്ള സോഫ്റ്റ് ചമ്മന്തിപ്പൊടിയാണ് കിട്ടിയിരിക്കുന്നത്. ഉപ്പും എരിവും പുളിയും എല്ലാം പാകമായിരുന്നു. ഞങ്ങൾക്ക് ഉപ്പ് കുറവ് മതി, അതുകൊണ്ട് 3/4 ടീസ്പൂൺ പാകമായിരുന്നു. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഈ ചമ്മന്തിപ്പൊടി കുറച്ച് ദിവസം വെളിയിൽ കേടുകൂടാതിരിക്കും. പിന്നീട് നിങ്ങൾ ഇതൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചമ്മന്തിപ്പൊടിയായിരുന്നു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.